ഹലോ, ഞാൻ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഇവന്റ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൻ്റെ സ്വന്തം നാട്ടുകാർ വണ്ണപ്പുറംകാരായ KMA കാറ്ററിംഗ്സ് ആൻഡ് ഇവന്റ്സ് ആണ്. ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഇവർ ഇതിന്റെ എല്ലാ പരിപാടിയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി തന്നെ എക്സ്പ്ലോർ ചെയ്യാം. വാ. സൂഫി ഡാൻസും ഗാനമേളയും DJയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി കല്യാണമാണ് കേട്ടോ നമ്മുടെ തൊടുപുഴ വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ നടക്കുന്നത്. ഫുഡ്, എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ്, ഡെക്കറേഷൻ വർക്ക്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ണപ്പുറം KMA കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ആണ്. വാം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ഈ കവാടത്തിലൂടെ ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് അടിപൊളിയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. സാധാരണ ഇത്തരം പരിപാടികളിലൊക്കെ കരിക്കിന്റെ ഒക്കെ ആണെങ്കിൽ റെഡിമെയ്ഡ് ഫ്ലേവേഴ്സ് കൊണ്ടാണ് കരിക്ക് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ ഒറിജിനൽ ആയിട്ട് കരിക്ക് ലൈവായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി നല്ല അടിപൊളി ഗാനമേളയും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്തൊന്നും. അപ്പൊ ആദ്യം ഞാൻ എത്തിയിട്ടുള്ള സ്വീറ്റ് കൗണ്ടറിലാണ്. സ്വീറ്റ് കൗണ്ടർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഒരു സൈഡ് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്, അതുപോലെ ഒരു സൈഡ് ഉപ്പിലിട്ട വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട് കേട്ടോ. ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ് തുടങ്ങി ഒരുപാട്. പിന്നെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ പീച്ചസ്, ഒലിവ്സ്, അതുപോലെ വെറൈറ്റീസ് ഓഫ് ഒരുപാട് നമ്മളെ നാടൻ തരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. നാരങ്ങ മിഠായി, ലോലിപോപ്സ്, കടല മിഠായി, അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡൊസ്റ്റു നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് സ്വീറ്റ്സ് ഒരു സൈഡിലുണ്ട്. അപ്പൊ സംഭവം ഭയങ്കര രസമാണ്. വരനും വധു എന്തായാലും എത്താറായും തോന്നുന്നു. കാരണം നമ്മുടെ KMA ഇവന്റ്സിന്റെ സാരഥി നമ്മുടെ അഷ്റഫിക്ക അതേ സൂഫി ഡാൻസുകാർക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവതാരകയുടെ ഡ്യൂട്ടി എനിക്കായതുകൊണ്ട് ഞാൻ എന്തായാലും സ്റ്റേജിലേക്ക് കയറി. അപ്പോഴേക്കും നമ്മുടെ താരങ്ങളായ ഇടവെട്ടി പാലക്കുഴിയിൽ അഫ്സലും നമ്മുടെ വധു കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ജാസ്മിനും എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു മേളം തന്നെയായിരുന്നു. സൂഫി ഡാൻസിന്റെ അകമ്പടിയുടെ ഐസ് ഫോഗിന്റെ നടുവിലൂടെ ഗോൾഡൻ ഫയറുടെ പ്രകാശ വലയത്തിലൊരു കപ്പിൾ എൻട്രി. എന്റെ പൊന്നു, അതൊരു മാസ് എൻട്രി തന്നെയായിരുന്നു. സൂപ്പർ, ഒരു രക്ഷയില്ല. സ്റ്റേജിലെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും ഫുഡ് സെക്ഷനിലേക്ക് പോവാണ്. ചൂടോടെ ചുട്ടെടുത്ത് ഇടിച്ച് ഇഞ്ച പരുവാക്കിയ പൊറോട്ടയും പരുവത്തി പാകപ്പെടുത്തി ഇത് ലൈവായിട്ട് ചുട്ടെടുക്കുന്ന പാലപ്പവും ആവി പറക്കുന്ന മസാല ദോശയും നെയ് റോസ്റ്റും തട്ടുദോശയും ഓംലേറ്റ് ഇത് ലൈവായിട്ട് തകൃതിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നൈസ് പത്തിരി, ഗീ റൈസ്, കപ്പകളുടെ രാജാവായ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പാൽക്കപ്പയും ബീഫ് കറിയും, ലൈവായി ചിക്കൻ 65ഉം, തനി നാടൻ മീൻ കറി, വെജിറ്റബിൾ കുറുമ, സാലഡ്, സ്വീറ്റ് പിക്കിള്. എന്റെ അമ്മ, ഒരു രക്ഷയില്ല. ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് നമ്മുടെ KMA കാറ്ററിംഗ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാരി വലിച്ചു കഴിച്ച് ഞാൻ എന്തായാലും മെയിൻ ഹാളിലേക്ക് പോവാണ്. അവിടെ ഒരു കൗണ്ടറിൽ ഭയങ്കര തിരക്കാണ്. എന്നാ പിന്നെ അതെന്താണെന്ന് നോക്കാന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നു. അടിപൊളി ചാട്ട് കൗണ്ടർ ആണ് കേട്ടോ. ഇവിടെ പാനിപൂരി, ദഹിപൂരി, സേവ് പൂരി, പപ്പടി ചാട്ട്, രാഗത ചാട്ട്, സമോസ ചാട്ട്, ഭേൽപൂരി, ദാഹിവട തുടങ്ങി 8ഓളം ഇനങ്ങളാണുള്ളത്. ഈ തിരക്കിനിടയിൽ എന്താണെന്ന് വെച്ച് ഞാനും കുറെ നേരം എന്തായാലും സംഭവം ഒപ്പിച്ചു. ഇത്രയും ടേസ്റ്റിന് കൊടുത്താൽ പിന്നെ ആൾക്കാരെ തിരക്ക് കൂട്ടിയില്ല, അതിശയുള്ളൂ. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. തൊട്ടടുത്ത് തന്നെ ലൈവ് ടീ കൗണ്ടർ ഉണ്ട്. ലൈറ്റ്, മീഡിയം, സ്ട്രോങ്, വിത്തൗട്ട്, ബൂസ്റ്റ്, ഹോർലിക്സ്, അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചായകളാണ് നൽകുന്നത്. ഇതെല്ലാം കണ്ടും കഴിച്ചും ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഒരു സൈഡിൽ KMA കേറ്ററിംഗിന്റെ DJ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. DJ തുടങ്ങിയപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികളും നമുക്ക് പറയണ്ട, എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ DJ. അപ്പോൾ DJയും ഒക്കെ എല്ലാവരോടും ഒപ്പം ഇരുന്ന് അടിപൊളിയായിട്ട് ആസ്വദിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഐസ്ക്രീം കൗണ്ടർ റെഡി ആയിരുന്നു. ഗുലാബ് ജാമുനും ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞാൻ എന്തായാലും സ്ഥലം കാലിയാക്കി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇവന്റ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേറ്ററിംഗ് ആണ് നിങ്ങൾ നോക്കി നടക്കുന്നതെങ്കിൽ യാതൊരു സംശയം വേണ്ട. നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഏൽപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കേറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ആണ് ഈ KMA. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, സംഭവം അടിപൊളിയാണ്. അപ്പൊ ഇനി എന്തിനാണ് സെക്കൻഡ് ചോയ്സ് അല്ലേ?